ഇതാണ് ശ്രീ മർമ്മയുടെ ശാസ്ത്രീയത എന്താണ്? അതിനെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ, അതോ ഇതൊരു വിശ്വാസമാണോ? നമ്മള് മർമ്മ എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇപ്പൊ ആയുർവേദം മനസ്സിന്റെയും ശരീരത്തിന്റെയും ശാസ്ത്രമാണെങ്കിലും കൂടുതലും ശരീരത്തിന്റെ ശാസ്ത്രമായിട്ടാണ് പ്രയോഗിക്കപ്പെടുന്നത്. അപ്പൊ അതിന്റെ മാനസികമായിട്ടുള്ള വശങ്ങളിൽ യോഗയുടെ അംശങ്ങളുണ്ട്. അപ്പോ മർമ്മ യോഗയുടെയും ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ശാസ്ത്രീയത ആക്ച്വലി ബേസ് ചെയ്തിരിക്കുന്നത് ആയുർവേദ യോഗ ശാസ്ത്രങ്ങളിലാണ്. പിന്നെ കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ അത് വേറെ പാരാമീറ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് അധിഷ്ഠിതമായിരിക്കുന്നത് ആയുർവേദ ശാസ്ത്രത്തിലും അതിൻ്റെ പ്രിൻസിപ്പിൾസിലുമാണ്. അതുപോലെ തന്നെ നാഡീശാസ്ത്രത്തിലും അതിൻ്റെ പ്രിൻസിപ്പിൾസിലുമാണ് ഊന്നിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഇപ്പോൾ ഇതിൽ പലരും മർമ്മ പ്രാക്ടീഷണേഴ്സ് ആയിരിക്കും. അപ്പോൾ മർമ്മ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് ഇപ്പം നമ്മൾ ഒരുപാട് രോഗമനുസരിച്ച് ചികിത്സിക്കുക എന്ന് പറഞ്ഞിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. അല്ലെ, നമ്മളോട് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു തെറാപ്പിയാണ് മർമ്മ. അപ്പോൾ വെൽനെസ്സിന് അത് ഉപയോഗപ്പെടും. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ടും ഉപയോഗപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മർമ്മ പ്രാക്ടീഷണേഴ്സ് മർമ്മ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വളരെ ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ പോകും, അല്ലേ? അതാണല്ലോ കൂടുതൽ ഏറ്റവും. അപ്പൊ അത് പിന്നെ ബാക്കി നിങ്ങൾ സാധകരാണ്, ബാക്കിയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയില്ല. കാരണം ഒരാളെ വളരെ ഡീപ്പ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ അവിടെ നിന്ന് ഹീലിംഗ് നടക്കും, അവിടെ നിന്ന് വെൽനെസ്സും നടക്കും. അപ്പോൾ അത് നിങ്ങൾ ബാക്കി അങ്ങ് വിട്ടുകൊടുത്തേക്കും. അങ്ങനെയാണ്. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് മാത്രമല്ല, അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തിനെയും അത് റിജുവിനേറ്റ് ചെയ്യും മൊത്തമായിട്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഗ്രോസ് അനാറ്റമി എന്ന് പറയുന്നത് നിങ്ങൾ പരിചയം ഉണ്ടായിരിക്കും. ശരീരത്തിൽ പല സിസ്റ്റംസ് ഉണ്ട്. മസ്കുലർ സിസ്റ്റം ഉണ്ട്, സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, സർക്കുലേറ്റർ, അങ്ങനെ പലതരം സിസ്റ്റം ഉണ്ട്. ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ബോൺസ്, മസിൽസ്, ജോയിന്റ്സ്, അതാണ് അനാറ്റമി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഫിസിയോളജി ഉണ്ട്, ഓരോ സിസ്റ്റവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ആയുർവേദത്തില് നമ്മൾ വേറൊരു സട്ടിൽ സിസ്റ്റം എന്ന് പറയും. നമുക്ക് സ്ഥൂല ശരീരം മാത്രമല്ല, നമുക്ക് സൂക്ഷ്മ ശരീരവും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. പലർക്കും സൂക്ഷ്മ ശരീരം ഉണ്ടെന്നുള്ള അറിവുണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ പാത്തിൽ വരുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സുദർശനക്രിയ ചെയ്ത് തുടങ്ങുമ്പോൾ സൂക്ഷ്മ ശരീരം പ്രത്യക്ഷമായിട്ട് നിങ്ങൾ അനുഭവിക്കും. ശരീരത്തിലെ സെൻസേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ, അങ്ങനെ പല വിധത്തിലുള്ള. അപ്പോൾ നമുക്ക് സട്ടിൽ അനാറ്റമി ഉണ്ട്, നമുക്ക് സട്ടിൽ ബോഡി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. അപ്പൊ അതിൽ സൂക്ഷ്മ ശരീരമാണ് സട്ടിൽ ബോഡി. അപ്പോൾ കാരണ ശരീരം നമ്മൾ എടുക്കുന്നേ ഇല്ല, കാരണം അത് നമുക്ക് ഒരു വിധത്തിലും അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനെ. നമ്മൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരമാണ് നമ്മൾ ലൈഫിൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നതെല്ലാം സ്ഥൂല ശരീരമാണ്, നമുക്ക് അറിയുന്നത് സ്ഥൂല ശരീരത്തിനെ പറ്റിയാണ്. പക്ഷെ സൂക്ഷ്മ ശരീരം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, സൂക്ഷ്മ ശരീരം. കാരണം സൂക്ഷ്മ ശരീരത്തിൽ എന്ത് നടന്നാലും, സൂക്ഷ്മ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ അത് സ്ഥൂല ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. സൂക്ഷ്മ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനർജി ഇംബാലൻസ് എന്നാണ് പറയുന്നത്, എനർജി ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് സ്ഥൂല ശരീരത്തിനെയും ബാധിക്കും. അപ്പോൾ സ്ഥൂല ശരീരത്തിന് ഒരു അനാറ്റമി ഉണ്ട്, സട്ടിൽ അനാറ്റമി എന്ന് പറയുന്നത്. അതാണ് പ്രാണൻ. പ്രാണനാണ് സൂക്ഷ്മ ശരീരം തന്നെ, പ്രാണനാണ്. ഇറ്റ്സ് എ ബോഡി ഓഫ് പ്രാണ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രാണൻ ഒഴുകുകയാണ് ചെയ്യുന്നത്, പ്രാണൻ മൂവ് ചെയ്യുന്നതാണ്. പ്രാണൻ എന്നുള്ള വാക്ക് തന്നെ മൂവിങ് എന്നുള്ള മീനിങ് ആണ്, മൂവ് ചെയ്യുന്ന ആണ് പ്രാണൻ.
അപ്പൊ മൂവ് ചെയ്യാൻ ശരീരത്തിൽ രക്തം ഓടുന്ന പോലെ, രക്തം ഓടുന്നത് രക്തക്കുഴലുകളിൽ കൂടെയാണ്. അതുപോലെ പ്രാണൻ ഒഴുകുന്നത് നാഡി സിസ്റ്റത്തിൽ കൂടെയാണ്. നാഡി എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ ചാനൽസ് ആണ്. അപ്പോൾ ഇതാണ് സട്ടിൽ അനാറ്റമി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒഴുക്കിന് ഒരു ഫിസിയോളജി ഉണ്ട്. അതിന്റെ ഒഴുക്ക് തെറ്റുമ്പോൾ അതിന് നമ്മൾ പത്തോളജി എന്ന് പറയും, ഒരു സട്ടിൽ പത്തോളജി ഉണ്ട്. പിന്നെ ഈ നാഡികളിൽ കൂടെ 1,72,000 നാഡികളുണ്ട്. അപ്പൊ ഈ നാഡികളിൽ കൂടെ പ്രാണൻ ഒഴുകുമ്പോൾ അതിൽ ചില സ്ഥലത്ത് ഈ പ്രാണന് കൂടുതൽ ഫോക്കസ് ഉണ്ട്. അതാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതിൽ നിന്നും എല്ലാ ചക്രങ്ങളും മർമ്മങ്ങളാണ്. അപ്പോൾ ഈ ചക്രങ്ങളെക്കാളും കുറച്ചും കൂടെ വളരെ ഇന്റൻസ് ആയിട്ട് പ്രാണൻ നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ മർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മർമ്മങ്ങള് നമ്മൾ ബിന്ദു എന്നാണ് പണ്ട് മർമ്മങ്ങളെ വിളിച്ചിരുന്നത്. എല്ലാ മർമ്മവും ബിന്ദു പോലെ പോയിന്റ് അല്ല. ചില മർമ്മങ്ങള് വലുതാണ്, പല അങ്കുലം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മർമ്മ പോയിന്റ്സിന് ഈ സട്ടിൽ പത്തോളജിയിൽ വലിയൊരു സ്ഥാനമുണ്ട്. നമ്മളെ ശരീരത്തിലെ എല്ലാ ഫിസിയോളജിയും നിയന്ത്രിക്കുന്നത് ഈ മർമ്മയാണ്. എന്നുവെച്ചാൽ നമ്മൾ വേറൊരു ഡയമെൻഷനിൽ നോക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഹാർട്ട് ബീറ്റ് ചെയ്യണു, ശരീരത്തിൽ എന്ത് എവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മർമ്മങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്ന്. ശരീരത്തിൽ എന്തെവിടെ കുറവുണ്ടോ അത് ഈ മർമ്മങ്ങൾ ചെയ്യും. ഇപ്പൊ ശരീരത്തിൽ രൂക്ഷത ഉണ്ടെങ്കിൽ സ്നിഗ്ധത കൂട്ടും, സ്നിഗ്ധത കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കും, ചൂട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ച് സമമാക്കും, തണുപ്പ് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ച് സമമാക്കും. അപ്പം ഇന്റലിജൻസ് ആണ്. അപ്പൊ ആ ഇന്റലിജൻസിന് ചൂട് കൂടുതലുണ്ടെങ്കിൽ അത് കുറച്ചങ്ങ് തണുപ്പാക്കില്ല. കാരണം അത് ഇന്റലിജൻസ് സയൻസ് ആണ്. അതാണ് ആയുർവേദത്തിന്റെയും പ്രത്യേകത. അത് ഒരു ഇന്റലിജന്റ് സയൻസ് ആണ്. ഇപ്പൊ നമ്മൾ ആയുർവേദവും അലോപ്പതിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താന്ന് വെച്ചാൽ മരുന്നുകളുടെ വ്യത്യാസം. അലോപ്പതിയിലെ മരുന്ന് കെമിക്കൽസ് ആണ്, അതിന് ഇന്റലിജൻസ് ഇല്ല. എന്താണോ ആ മരുന്ന് ചെയ്യാനുള്ളത് ആ മരുന്ന് ബ്ലൈൻഡ് ആയിട്ട് അത് ചെയ്യുന്നു. പക്ഷെ ആയുർവേദത്തിലെ ഹെർബ്സ് എന്താ ചെയ്യുന്നത്, ആ പ്ലാന്റിന് ഇന്റലിജൻസ് ഉണ്ട്. ആ പ്ലാന്റ് എന്താണോ ശരീരത്തിൽ വേണ്ടത് അത് ചെയ്യും. പക്ഷെ അതിന്റെ സന്തുലിതാവസ്ഥ മാറ്റാതെ ഇത് ചെയ്യും. അല്ലെ, നമ്മളിപ്പോ ഷുഗറിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഷുഗർ കുറയ്ക്കാനുള്ള അവസ്ഥ ഇല്ല. പക്ഷെ ഈ മരുന്ന് ആ ഷുഗറിനെ കുറയ്ക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ലോ ഷുഗർ വരുന്നത്, ഹൈപ്പോഗ്ലൈസിമിയ വന്ന് ബോധം കെട്ട് വീഴുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ആയുർവേദത്തിൽ നമ്മൾ ഷുഗർ കുറയ്ക്കാനുള്ള ഒരു മരുന്ന്, ഇപ്പം മേശശൃംഗി എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കുന്നു. അത് ശരീരത്തിൽ ഷുഗർ കുറവാണെങ്കിൽ, താരതമ്യേന കുറവാണെങ്കിൽ ഇത് അതിനെ കുറയ്ക്കില്ല. ഈ മരുന്നിന്, ഈ പ്ലാന്റിന് അതിനുള്ള ഇന്റലിജൻസ് ഉണ്ട്, അതിനെ കുറയ്ക്കാതിരിക്കാനുള്ള ഇന്റലിജൻസ് ഉണ്ട്. അത് ബാലൻസ് ചെയ്ത് നിർത്തിയുള്ളൂ. ഇത് ബേസിക് ആയിട്ടുള്ളൊരു വ്യത്യാസമാണ് ആയുർവേദ മരുന്നുകളും അലോപ്പതി മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം. അതിന് കാരണം ഇതൊരു ഇന്റലിജന്റ് സയൻസ് ആണ്, ഇന്റലിജന്റ് മെഡിസിൻ ആണ്. അതുപോലെ മർമ്മങ്ങള് ഇന്റലിജൻസ് ആണ്. ആക്ച്വലി നമ്മൾ മർമ്മം സീഡ്സ് ഓഫ് പ്രാണ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഓൾസോ സീഡ്സ് ഓഫ് ഇന്റലിജൻസ്. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ഈ ഇന്റലിജൻസിനെ നമ്മൾ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വെൽനെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്പിരിച്വലി നമ്മളെ ഹൈ ആക്കാനും മർമ്മങ്ങൾക്ക് കഴിവുണ്ട്. കാരണം ഇത് സീഡ്സ് ഓഫ് പ്രാണയാണ്. അപ്പൊ പ്രാണൻ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ സിസ്റ്റത്തിലോ പ്രാണൻ കൂടുമ്പോൾ നാച്ചുറലി നമ്മൾ ഹയർ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് പോകും. അപ്പൊ മർമ്മങ്ങൾക്ക് അതിനുള്ള കഴിവും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ മർമ്മങ്ങൾ നിങ്ങൾ ഫ്ലയർ നോക്കുകയാണെങ്കിൽ കാണാം, ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലെവലില് മർമ്മങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് കാണുന്നത്. അതുകൊണ്ടാണ് സ്പിരിച്വൽ സഹായം. അതാണ് ഇപ്പോ നിങ്ങൾ മർമ്മം എടുത്തിട്ടുണ്ടെങ്കിൽ, എല്ലാവരും എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മർമ്മം ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സൊക്കെ അങ്ങ് ക്ലിയർ ആവും. മനസ്സിലുണ്ടായിരുന്ന ചിന്തകളൊക്കെ മാറും, ടെൻഷൻ മാറും, ശരീരത്തിലെ പ്രാണൻ കൂടും. അപ്പോൾ ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. ഇതിനപ്പുറമാണ് പിന്നെ അസുഖം മാറുന്നതൊക്കെ. അപ്പോൾ ശാസ്ത്രീയ വശം എന്ന് ചോദിക്കുമ്പോൾ ഇത്
ആയുർവേദം അനുസരിച്ചും യോഗ അനുസരിച്ചും വളരെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെറാപ്പി. പിന്നെ നമ്മൾ ഈ പഠിക്കുന്ന ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു സമുദ്രത്തിലെ ഒരു വലിയ, അതിനെന്താ പറയുന്ന, വലിയ ഐസ്ബർഗ് ഉണ്ടെങ്കിൽ അതിന്റെ ടിപ്പ് മാത്രമാണ്. ഒരു പ്രോട്ടോകോളാണ് നമ്മൾ പഠിക്കുന്നത്. വലിയ ശാസ്ത്രമാണിത്. അതില് ഒരു പ്രോട്ടോകോളാണ്, അത് തന്നെ നമുക്ക് ധാരാളമാണ്. നമ്മളിപ്പം അഡ്വാൻസ് ലെവലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്രോട്ടോകോൾ തന്നെ നമുക്ക് തരുന്ന ഗുണം ഒരുപാട് വലുതാണ്.